വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 1857 റിവോൾട്ട് കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചും ആ നേതാക്കന്മാര് ഏത് ഏരിയയിലൊക്കെയാണ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതെന്നെ കുറിച്ചും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുമാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപ് നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ് നേതാക്കൾ എന്ന് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ആദ്യം തന്നെ പറയാം. എപ്പോഴും ചോദിക്കാറുണ്ട് 1857 വിപ്ലവത്തില് കാൺപൂരില് ആരാണ് നേതൃത്വം കൊടുത്തത്. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ കാൺപൂരിലെ നേതാവ് ആരാണ്? നാനാ സാഹിബാണ്. ഇനി ഡൽഹിയിൽ ആരായിരുന്നു നേതാവ്? ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ഡൽഹിയിലെ നേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് ജനറൽ ഭക്ത് ഖാൻ, ഫസ്റ്റ് വൺ ജനറൽ ഭക്ത് ഖാൻ. അടുത്ത ആൾ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ നമ്മൾ പറഞ്ഞു കാൺപൂരിലെ നേതാവ് നാനാ സാഹിബാണ്. ഡൽഹിയിലെ നേതാക്കൾ ആരൊക്കെയാണ്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് എന്ന് ഓർക്കണം. അടുത്തത് ഝാൻസിയിലും അതുപോലെ തന്നെ ഗ്വാളിയോറിലും നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ അവിടുത്തെ ലീഡർ ആരായിരുന്നു? റാണി ലക്ഷ്മി ബായി ആയിരുന്നു. ഝാൻസി, ഗ്വാളിയോർ എന്നീ സ്ഥലങ്ങളിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മി ബായി ആണ്. അപ്പൊ കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാനും അതുപോലെ തന്നെ ഒരാളുടെ പേരും കൂടെ പറഞ്ഞുല്ലോ, ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഝാൻസിയിലും അതുപോലെ തന്നെ ഗ്വാളിയോറിലും റാണി ലക്ഷ്മി ബായി ആണെന്നും ഓർക്കണം. അടുത്തത് ഫൈസാബാദിൽ ആരാണ്? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഈ മൗലവി അഹമ്മദുള്ളയെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്, ഡങ്കാ ഷാ. അപ്പൊ ഡങ്കാ ഷാ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഇപ്പൊ ഫൈസാബാദില് 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയുടെ ഒരു വിശേഷണമാണ് എന്താന്ന് പറയുന്നത്? ഡങ്കാഷ എന്ന് പറയുന്നത്. എന്താണ് ഡങ്കാഷ? അടുത്തത് ലക്നൗ, അതുപോലെ തന്നെ ആഗ്ര, ഔദ്, അയോധ്യ. 4 സ്ഥലങ്ങളുണ്ട്. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ ട്ടാ. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ 1857 റിവോൾട്ടിന്റെ നേതാവ് അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്ത് നിന്നത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളിലെ നേതാവ് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി ബീഹാറില് അതുപോലെ തന്നെ ജഗദീഷ്പൂരില്, എവിടെയാണ്? ബീഹാറില് ജഗദീഷ്പൂരില് ഒരു സ്ഥലത്തും കൂടെ ആരയില്, എവിടെയാണ്? ആര. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നീ സ്ഥലങ്ങളിൽ കൺവർ സിംഗ് ആയിരുന്നു നേതാവ്. ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ, ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൺവർ സിംഗ് ആയിരുന്നു നേതാവ്. അപ്പോ ഈ കൺവർ സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ 1857 റിവോൾട്ടിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? കൺവർ സിംഗ് തന്നെയാണ്. അപ്പൊ ഇത്രയും പഠിച്ചതൊന്നും കൂടെ ഓർക്കുക. കാൺപൂരിൽ നേതാവ് അല്ലെങ്കിൽ കാൺപൂരിൽ 1857 റിവോൾട്ടിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ്. ഡൽഹിയില് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഝാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മി ബായി. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഡങ്കാഷ അല്ലെ. അടുത്തത് ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയവയിൽ ബീഗം ഹസ്രത്ത് മഹൽ.
ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് അദ്ദേഹത്തെ 1857 റിവോൾട്ടിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ഇനിയും കഴിഞ്ഞിട്ടില്ല നേതാക്കന്മാര്. നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് നേതാക്കന്മാരെയാണ് നമ്മൾ പഠിച്ചത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മറ്റുള്ളവർ ഇമ്പോർട്ടന്റ് ഇല്ല എന്നല്ല, അവരും പ്രധാനമാണ്. മീററ്റിലെ കഥം സിംഗ്, മീററ്റിൽ ആരായിരുന്നു? കഥം സിംഗ്. മീററ്റിൽ കഥം സിംഗ്. അലഹബാദിൽ ലിയാഖത്ത് അലി, അലഹബാദിൽ ലിയാഖത്ത് അലി. മീററ്റിൽ കഥം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി. മധുരയിൽ ദേവി സിംഗ്, മധുരയിൽ ദേവി സിംഗ്. മീററ്റ് കഥം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, മധുരയിൽ ദേവി സിംഗ്. അടുത്തത് കോട്ടയിൽ ജയ് ദയാൽ. കോട്ടയിൽ ആരാണ്? ജയ് ദയാൽ ആണ്. കോട്ട ജയ് ദയാൽ. ഹരിയാനയില് റാവു തുലാറാം, ഹരിയാനയിൽ റാവു തുലാറാം. അസമില് മണിറാം ദത്ത, അസമിൽ മണിറാം ദത്ത. ഒന്നും കൂടെ പറയാണ്. മീററ്റിൽ കഥം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, മധുരയിൽ ദേവി സിംഗ്, കോട്ടയിൽ ജയ് ദയാൽ, ഹരിയാനയിൽ റാവു തുലാറാം, അസമിൽ മണിറാം ദത്ത, അസമിൽ മണിറാം ദത്ത. അടുത്തത് ബറൌട്ട് പർഗാനയിൽ ഷാ മഹൽ, ബറൌട്ട് പർഗാനയിൽ ഷാ മഹൽ. നെക്സ്റ്റ് വൺ ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ. ഇനി മാൻഡസോറിൽ ആരായിരുന്നു? ഫിറൂസ് ഷാ, മാൻഡസോറിൽ ഫിറൂസ് ഷാ. അപ്പോ ബറൌട്ട് പർഗാനയിൽ ഷാമഹല്, ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ, മാൻഡസോറിൽ ഫിറൂസ് ഷാ, മാൻഡസോറിൽ ഫിറൂസ് ഷാ. അപ്പൊ ഇത്രയാണ് 1857 റിവോൾട്ടിന്റെ നേതാക്കളെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ഇതിൽ കഴിഞ്ഞ ദിവസം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് എന്നുള്ളതും മംഗൾ പാണ്ഡെയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വിപ്ലവകാരികളിൽ അല്ലെങ്കിൽ നേതാക്കളിൽ ചില വ്യക്തികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അവരെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി ലക്ഷ്മിബായിയെ കുറിച്ചാണ്. അപ്പൊ റാണി ലക്ഷ്മിബായി നമ്മൾ പറഞ്ഞു ഝാൻസി, ഗ്വാളിയോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവരെ നമ്മള് ഝാൻസി റാണി എന്നും മണികർണിക എന്നും മനു എന്നും മനുഭായി എന്നും ചബേലി എന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പേരിലാണ് റാണി ലക്ഷ്മിബായി അറിയപ്പെട്ടിരുന്നത്? ഒന്ന്, റാണി ലക്ഷ്മിബായിയെ നമ്മൾ എല്ലാവരും ഝാൻസി റാണി എന്ന് വിളിക്കാറുണ്ട്. മണികർണിക എന്നൊരു പേരുണ്ട്. മനുഭായി എന്നവരെ വിളിക്കുന്നുണ്ട്. മനു എന്നും അറിയപ്പെടുന്നുണ്ട്. വിപ്ലവകാരികളിൽ ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ആരെന്നെയാണ്? ഝാൻസി റാണി തന്നെയാണ്. ഝാൻസിയിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് എന്താണ്? രാജാ ഗംഗാധർ റാവു എന്ന്. ആ രാജാ ഗംഗാധർ റാവുവിന്റെ രാജ്ഞി അല്ലെങ്കിൽ വൈഫായിരുന്നു ആര്? റാണി ലക്ഷ്മിബായി. അപ്പൊ ഈ ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിട്ടുള്ള റാണി ലക്ഷ്മിബായി എങ്ങനെയാണ് ഈ 1857 റിവോൾട്ടില് പങ്കെടുക്കാനുള്ള കാരണം? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമപ്രകാരം അവര് ഝാൻസിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചു. കാരണം സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ ദത്തെടുത്ത മക്കളുള്ള രാജ്യങ്ങൾ, സ്വന്തമായിട്ട് മക്കളില്ലാത്തവരും ദത്തെടുത്തിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ അവരുടെ രാജ്യം കൊടുക്കണം എന്നായിരുന്നു. അപ്പൊ അത് ആർക്ക് ഇഷ്ടമായില്ല? ഝാൻസി റാണിക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവര് ദാമോദർ റാവു അവരുടെ മോനാണ്, അങ്ങനെ അവര് ദത്തുപുത്രനാണ്. അപ്പോ അത് പിടിച്ചില്ല. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചത്. ഝാൻസി റാണി 1857 റിവോൾട്ടില് ഗ്വാളിയോറിലും ഝാൻസിയിലും നേതാവാൻ കാരണമായി എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അവര് അത്യാവശ്യം എന്താ പറയാ, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഹ്റുവിന്റെ വിശ്വചരിത്രാവലോകനം എന്ന് പറയുന്ന കൃതിയിലെ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ അപ്പൊ വിശേഷിപ്പിച്ചത് ആരാണ്?
ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിളിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ആരാണ് ഈ ഹ്യൂഗ്രോസ്? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ്. ഝാൻസി റാണിയെ വധിച്ചത് ആരാണ്? ഈ ഹ്യൂഗ്രോസ് ആണ്. വധിച്ചത് എവിടെ വെച്ചാണ്? ഗ്വാളിയോറിൽ വെച്ചാണ്. അപ്പൊ ഗ്വാളിയോറിൽ വെച്ച് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നാണ്. അപ്പൊ ഝാൻസി റാണി ഗ്വാളിയോറിൽ വെച്ച് വധിക്കപ്പെട്ടത് എന്നാണ്? 1858 ജൂൺ 8-നാണ്. 1858 ജൂൺ 18-ന് 1858 ജൂൺ 18-ന് ഝാൻസി റാണിയെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന ഹ്യൂഗ്രോസ് വധിക്കുകയാണ്. ഇനി ഝാൻസി റാണിക്ക് കുറച്ച് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. ഝാൻസി റാണിയുടെ കുതിരകളുടെ പേര് ബാദല്, സാരംഗി, പവൻ തുടങ്ങിയവരാണ്. അപ്പൊ ബാദൽ, സാരംഗി, പവൻ ഏതൊക്കെയാ? ബാദൽ, സാരംഗി, പവൻ ഇതൊക്കെ തന്നെ ഝാൻസി റാണിയുടെ കുതിരകളാണ്. അതില് കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്നത് ബാദൽ എന്ന് പറയുന്ന കുതിരയിലാണ്. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചിരുന്ന കുതിര ബാദൽ എന്ന കുതിരയാണ് എന്ന് ഓർക്കണം. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേതാദേവിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ്. INA-യുടെ വനിതാ ബറ്റാലിയൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഝാൻസി റാണിയുടെ പേരില് ഒരു മറൈൻ നാഷണൽ പാർക്ക് ഉണ്ട്. അത് ആൻഡമാനിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ ഗുവാഹത്തി, അസമിലെ ഗുവാഹത്തിയിലാണ്. നോർക്ക കേട്ടോ. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ എവിടെയാണ്? ഗുവാഹത്തി. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തുണ്ട്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാ കാണുന്നത്? തിരുവനന്തപുരത്താണ്. ഇനി ഝാൻസി എന്ന നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഝാൻസി എന്ന നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. അതിന്റെ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിലാണ്. അതിന്റെ നോർത്ത് ഈസ്റ്റ് റീജിയണൽ സെന്റർ ഗുവാഹത്തിയിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലാണ്. ഝാൻസി എന്ന് പറയുന്ന സിറ്റി ഉത്തർപ്രദേശിലാണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ ക്യൂൻ ഓഫ് ഝാൻസി എന്ന പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേത ദേവിയാണ്. അപ്പൊ ഇത്രയാണ് ഝാൻസി റാണിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണ ആള് പ്രശസ്തനായിട്ടുള്ള നാനാ സാഹിബിനെ കുറിച്ചാണ്. അപ്പൊ നാനാ സാഹിബ് ആരാണ്? അതായത് നാനാ സാഹിബ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ നാനാ സാഹിബിനെയാണ് എന്ന് ഓർക്കുക. ഈ നാനാ സാഹിബിന് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള സൈനിക ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് താന്തിയ തോപ്പിയാണ് കേട്ടോ. അപ്പൊ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇനി അടുത്തത് പഠിക്കും. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവ് ആരാണ്? താന്തിയ തോപ്പിയാണ്. ശരിയായിട്ടുള്ള നാനാ സാഹിബിന്റെ പേര് എന്താണ്? യഥാർത്ഥ പേര് ദൊണ്ടുപന്ത് എന്നാണ്. നാനാ സാഹിബിന്റെ ശരിക്കുള്ള പേര് ദൊണ്ടുപന്താണ്. ഇദ്ദേഹം പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. അപ്പൊ പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് ആര്? ശരിക്കും നാനാ സാഹിബ്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് നാനാ സാഹിബ്. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. ശരിക്കുള്ള പേര് ദൊണ്ടുപന്ത് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ലീഡർ സൈനിക ഉപദേഷ്ടാവ് താന്തിയ തോപ്പിയാണ്. ഇനി നേതൃത്വം കൊടുത്തിരുന്നത് കാൺപൂരിലാണെന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. കാൺപൂരിലാണ് ഇദ്ദേഹത്തെ നേതൃത്വം കൊടുത്തിരുന്നത് വിപ്ലവത്തിന്. ഇദ്ദേഹത്തെ തേർഡ് നെപ്പോളിയൻ, മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുന്നു. അപ്പൊ മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്?
നമ്മുടെ നാനാ സാഹിബാണ്. ഇനി കലാപമൊക്കെ കഴിഞ്ഞ് 1859 ഇദ്ദേഹത്തെ നേപ്പാളിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തിട്ടോ. 1859 നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. ബ്രിട്ടീഷുകാർ നാട് കടത്തി. ഇനി നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായ താന്തിയ തോപ്പിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവെന്നോ പട്ടാള മേധാവിന്നോ ഒക്കെ നമ്മൾ വിളിക്കാം. ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരാണ്? താന്തിയ തോപ്പിയാണ്. ഇങ്ങേരുടെ, അതായത് നമ്മുടെ താന്തിയ തോപ്പിയുടെ ശരിക്കുള്ള പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. ഇതൊക്കെ പഠിക്കണം നമ്മൾ കേട്ടോ. രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുകയുണ്ടായി, ഡിഗ്രി പ്രിലിംസിന്റെ അല്ലെ. എത്രയോ അധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇതുപോലെ പറഞ്ഞ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ ടെക്സ്റ്റ് ബുക്കിലും CRTയിലും ഒക്കെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ബുക്കുകളിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ 3-4-5 എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് തന്നിട്ട് അത് ഏതൊക്കെയാ ശരി തെറ്റെന്ന് നോക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കണം കേട്ടോ. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവെന്നോ പട്ടാള മേധാവി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന താന്തിയ തോപ്പിയാണ് കേട്ടോ. ഇനി സർ കോളിൻ ക്യാമ്പൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവി, കോളിൻ ക്യാമ്പൻ എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവി താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തി 1859 ഏപ്രിൽ 18-ന് 1859 ഏപ്രിൽ 18-ന് താന്തിയ തോപ്പിയെ വധിച്ചു. എവിടെ വെച്ചാ വധിച്ചേ? മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിക്കുകയാണ്. ആരാ പരാജയപ്പെടുത്തിയ? സർ കോളിൻ ക്യാമ്പനാണ്. 1859 ഏപ്രിൽ 18-ന് വധിച്ചു, ശിവപുരിയിൽ വെച്ച് വധിച്ചു. അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ, ആരുടെ? താന്തിയ തോപ്പിയുടെ മെമ്മോറിയൽ ശിവപുരിയിൽ തന്നെ കാണപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് താന്തിയ തോപ്പിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മള് കഴിഞ്ഞ ദിവസം പറയണ്ടായി, അതായത് വിപ്ലവകാരികള് ഡൽഹിയിലേക്ക് ചെല്ലുകയും ഡൽഹിയിൽ ചെന്ന് അന്നത്തെ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ കണ്ട് അദ്ദേഹത്തിനോട് വിപ്ലവത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ പറയുകയും അദ്ദേഹത്തെ നമ്മുടെ ഭരണാധികാരിയായിട്ട് എന്താ പറയുന്നത് അങ്ങനെ ചക്രവർത്തിയായിട്ട്, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയണ്ടായി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച്, ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു നമ്മൾ എല്ലാവരും പറയുന്ന ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹദൂർ ഷാ സഫർ എന്നും കൂടെ വിളിക്കും. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫർ ആണ് എന്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി അല്ലെ. ഇനി അദ്ദേഹത്തെ കീഴടക്കാൻ വില്യം ഹോഡ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ എന്താ പറയുന്നത്, ഏത് ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹത്തെ കീഴടക്കാനായിട്ട് മുന്നിൽ നിന്നത് എന്ന് ചോദിച്ചാൽ വില്യം ഹോഡ്സൺ ആണ്. അങ്ങനെ ഈ വില്യം ഹോഡ്സൺ ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ അടുത്ത് വെച്ച് പിടിക്കുകയാണ്. ഡൽഹിയിലെ ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ അടുത്ത് വെച്ച് ആരെ പിടിക്കുകയാണ്? നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ എന്താ പറയാ പിടിയിലായി. എന്നിട്ട് അദ്ദേഹത്തെ ബർമ്മയിലെ റങ്കൂണിലേക്ക് നാട് കടത്തി. ആരെ? ബഹദൂർ ഷാ രണ്ടാമനെ കേട്ടോ. 1858 ഒക്ടോബർ 7-ന് അദ്ദേഹത്തെ നാട് കടത്തി. 1858 ഒക്ടോബർ 7-ന് ബഹദൂർ ഷാ രണ്ടാമനെ ബർമ്മയിലെ റങ്കൂണിലേക്ക് നാട് കടത്താണ്. ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വെച്ചിട്ടാണ്, ആ ശവകുടീരത്തിന് അടുത്ത് വെച്ചിട്ടാണ്, ഏത് ചരിത്ര സ്മാരകത്തിന്റെ അടുത്തുനിന്ന് വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടിയെന്നൊക്കെ ചോദിക്കാം. ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ അടുത്ത് വെച്ച് പിടികൂടി കേട്ടോ. ഇനി നാട് കടത്തി എന്ന് പറഞ്ഞു, റങ്കൂണിലേക്കാണ് നാട് കടത്തിയത്. ആ റങ്കൂണിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ എന്തും കാണപ്പെടുന്നത്, ശവകുടീരം. അദ്ദേഹം 1858 നാട് കടത്തിയെ 62-ല് അവിടെ വെച്ച് മരിക്കുകയാണ്. റങ്കൂണിൽ വെച്ച് മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം അവിടെ തന്നെയുണ്ട് കേട്ടോ. റങ്കൂൺ ഇപ്പോൾ യാങ്കോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ റങ്കൂണിന്റെ പുതിയ പേരെന്താണ്? യാങ്കോൺ എന്നാണെന്ന് ഓർക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മംഗൾ പാണ്ഡെയെ കുറിച്ച് പഠിച്ചു. ഇന്ന് ആരെ കുറിച്ചൊക്കെ പഠിച്ചേ? ഝാൻസി റാണിയെ പഠിച്ചു,
നാനാ സാഹിബിനെ പഠിച്ചു, താന്തിയ തോപ്പിയെ പഠിച്ചു, ബഹദൂർ ഷാ രണ്ടാമനെ പഠിച്ചു. പിന്നെ ഇതൊന്നും കൂടാതെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത പല സ്ഥലങ്ങളിലുള്ള പല നേതാക്കന്മാരെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിപ്ലവത്തിന് കുറേയധികം വിശേഷണങ്ങളുണ്ട്. അടുത്തത് വിപ്ലവത്തിന്റെ പരാജയ കാരണങ്ങളും പരാജയം നേരിട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മളിവിടെ പഠിക്കും. 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ പഠിക്കും. അപ്പൊ വിശേഷണങ്ങൾ 1857 ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തില് കാറൽ മാർക്സ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാമെന്ന് ആദ്യമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ് 1857 ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ 1857 ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കരുതാം. അത് ശ്രദ്ധിക്കണം, ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാം എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857 റിവോൾട്ട്. അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണെന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആണ്. അപ്പൊ വി ഡി സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ചു. 2 ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറയേണ്ടായി റിഹേഴ്സൽ ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയേണ്ടായി. ആ ടോപ്പിക്കില് നമ്മൾ പറയേണ്ടായി 1806 നടന്ന വെല്ലൂർ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്ന് വിളിച്ചതും ഈ വി ഡി സവർക്കർ തന്നെയാണ്. അപ്പൊ 1806 വെല്ലൂർ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ റിഹേഴ്സൽ എന്നും 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കർ ആണ്. ഇനി ഇതൊരു ആഭ്യന്തര കലാപം മാത്രമാണെന്ന് പറഞ്ഞത് എസ് ബി ചൗധരി. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? എസ് ബി ചൗധരി ഇതിനെ ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയാണ് ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആർ സി മഞ്ജുംദാർ ആണ്. ഇതിപ്പോ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമൊന്നും അല്ല, അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള സമരമൊന്നും അല്ല, സ്വാതന്ത്ര്യ സമരമല്ല, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞത് ആർ സി മഞ്ജുംദാർ ആണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ആർ സി മഞ്ജുംദാർ ആണ്. ഇതിനെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയുമാണ്. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസും സീലിയുമാണ്. അതുപോലെ തന്നെ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽ റിംപിൾ ആണ്. അപ്പൊ വില്യം ഡാൽ റിംപിൾ എന്ന് പറയുന്ന വ്യക്തി ദ ലാസ്റ്റ് മുഗൾ എന്ന് പറയുന്ന കൃതിയിൽ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് 1857 റിവോൾട്ടിനെയാണ്. അത് വെറുതെ ഒരു ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് മാത്രമാണ് വില്യം ഡാൽ റിപ്പിൾ പറഞ്ഞുള്ളൂ വെച്ചാൽ ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇതിനെ ചെകുത്താന്റെ കാറ്റ്, 1857 വിപ്ലവത്തെ ചെകുത്താന്റെ കാറ്റ് എന്ന് വിളിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. ഇനി ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി, കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ, അങ്ങനെയൊക്കെ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പൊ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി, അതുപോലെ കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ, കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്നൊക്കെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ എം എൻ റോയ് പറയാണ് അദ്ദേഹത്തിന്റെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന കൃതിയില് ഫ്യൂഡൽ റിവോൾട്ട് എന്താ വിളിച്ചത്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിളിച്ചു. ഇനി അടുത്തത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് താരാചന്ദ് ആണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്നതിനെ വിശേഷിപ്പിച്ചത് താരാചന്ദ് ആണ്. ഏത് കൃതിയിൽ? ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന കൃതിയിൽ താരാചന്ദ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഓരോരോ വ്യക്തികള് ചില കൃതികളിലും അല്ലാതെയും തന്നെ 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. എന്തൊക്കെയാണ് 1857 റിവോൾട്ട് ഇന്ത്യയിൽ നടന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള അനന്തര ഫലങ്ങൾ എന്നും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് ഈ 1857
റിവോൾട്ട് തീരാണ്. അപ്പൊ 3 ദിവസം കൊണ്ടാണ് അത്രയും പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പതുക്കെ ക്ലാസ് എടുത്തിട്ടും സ്ലോ ആയിട്ട് ക്ലാസ് എടുത്തിട്ടും കുറേ അധികം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടും പഠിക്കുന്നത് ഭംഗിയായിട്ട് പഠിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് 3 ദിവസമായിട്ട് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം ഇതുപോലെ തന്നെയുള്ള ഹിസ്റ്ററി ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ.